ഞാനില്ലേ സിനിമ എടുക്കുന്നുണ്ട്. അപ്പൊ അതില് നീയാണ് പ്രൊഡ്യൂസർ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. കാട്ടുപൂച്ചയായിട്ട് പറഞ്ഞ ഞാനിനി ഇവനെ നോക്കണ ദദ്ദുവിനെ പോലില്ലേ ഇവനെ കാണാൻ അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഇവരെ കൂട്ടത്തിൽ ഒരാള് മരിക്കുന്നത്. അവിടെ തുടങ്ങും നമ്മളെ ത്രില്ലർ. ഇയാളെ എന്തിനാ എപ്പോഴും ബുക്ക് പിടിച്ചു നടക്കുന്നത്? ഇതെന്റെ വക്കീലാണ്, ഇതെന്റെ വക്കീലാണ്. അത് ഏതോനാണെങ്കിലും ചിരിച്ചോണ്ടിരിക്കുന്നേ. തിരുവനന്തപുരത്തെ ചിരിക്കാന്ന് ഈ വക്കീലിന്റെ ഉപകാരം എന്താണ് എന്ന് ചോദിച്ചു. ഗോഡ് ഫാദറിന്റെ കോമഡി നമ്മൾ പുതിയ പടം എടുക്കുന്നുണ്ട്, അതിന്റെ ലീഗൽ കാര്യങ്ങൾ പുള്ളിയാ ചെയ്യുന്നേ. ആണല്ലേ? എന്ത് പടം? പിന്നെ നമ്മള് മറ്റേ ഇവിടെ ഒരു എന്ത് പടമാണ് അന്ന് എന്റെ അടുത്ത് ഒതുക്കി വെച്ച് പറഞ്ഞു? എന്തോ ഷെഡിയിൽ പൊട്ടിത്തെറിച്ച് എന്തോ അങ്ങനത്തെ അറിയാതെ വന്നു പോയതാ. മറ്റേ ഇതാണ് കാട്ടുപൂച്ചന്റെ കഥ. കാട്ടുപൂച്ചയുടെ കഥയാ? ഓ ഇങ്ങനെ ഇരുന്നില്ലെങ്കിൽ I am sure. Thank you. I am waiting in 8229. You can come and see a crown symbol. I am sure it will be a visual treat. Okay. Coming. നമുക്ക് അവിടോട്ട് പോവാം. ജോഗി ആശാനെ, ഇവിടെ സിറ്റിയിൽ ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയിട്ടുണ്ട്. നല്ല ഫുഡൊക്കെ ഉള്ള പുതിയ ഒരെണ്ണം. പോയി അവിടെ ഫുഡ് അടിച്ചിരുന്ന പേരറിഞ്ഞാലേ വരുള്ളൂ. തിന്നാൻ അകത്തോട്ട് തരുമ്പോ അങ്ങ് തിന്നാ മതി. അതല്ല ഈ ചെക്കനൊരു റെസ്റ്റോറന്റ് ഉണ്ട്. ആർക്ക്? കോയ് കഫേ. കോയ് കഫേ അല്ലേ ഇത്? വേറെ നിന്നിട്ട് വരാം. ഫുഡ് എന്തോ ഫുഡ് കേട്ടില്ല. നിന്റെ വകയാണോ ഫുഡ്? ഓ ഞാൻ കാശ് കൊടുത്തോളാം. അല്ലെ എപ്പോഴേലും കാശ് കൊടുക്കുന്ന പോലെയാണല്ലോ വർത്താനം. ഒരു കഞ്ഞി പോലും മേടിച്ചു തന്നിട്ടില്ല. 100 CR പോയി. 100 CR അല്ല പോയി. 100 അല്ല 10 പോയെ. ടെന്നല്ലേ പോയത്? പോയിട്ട് യൂണിറ്റ് 10 100,000 10,000 lakh 10 lakh crore 10 crore. മിസ്റ്റർ എക്സ് പ്ലീസ് കോൾ. സുബിനില്ലേ, ഞാനില്ലേ സിനിമ എടുക്കുന്നുണ്ട്. ഒരു കാട്ടുപൂച്ച പറഞ്ഞ കഥ. അപ്പൊ അതില് നീയാണ് പ്രൊഡ്യൂസർ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഓ അത് തീരുമാനിച്ചില്ല. ഞാൻ ഓർത്ത റോള് തരാന്നുള്ള സന്തോഷം കാര്യമെല്ലാം പറയാനായിരിക്കും. റോളിന്റെ മെയിൻ റോൾ എനിക്കാണ് കാട്ടുപൂച്ചയായിട്ട് പറഞ്ഞ ഞാനിനി. അതെ. എനിക്ക് അതിന് വേണ്ടുന്ന ട്രെയിനിങ് എല്ലാം തരും. ഇനി പൂച്ച എന്ന് വന്ന് ഇറങ്ങിയിട്ട് വേണം അടുത്ത പേരും കൂടി. എന്തൊക്കെ കാണണം ഇപ്പൊ തന്നെ ആവശ്യമായിട്ടുള്ള പേരുകളെല്ലാം എനിക്ക് മനസ്സിലായ. ഈ കാട്ടുപൂച്ചയൊക്കെ ആയിട്ട് ഞാൻ ഇനി ഇങ്ങനെ കുടുങ്ങി വരാം. പൂച്ചയായിട്ടെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണം. ഇറക്കണമല്ലേ? എത്ര ഉദ്ദേശിക്കുന്നത്? ബഡ്ജറ്റ് എത്രയാണ്? 30 CR ഒരു പടമൊക്കെ പിടിക്കാൻ പറ്റുമോ? പറ്റും. എന്തെങ്കിലും ആലോചിച്ചൊക്കെ. നിർമ്മാണം പിരാന്ത് ബാസ് അല്ല പരുന്ത് ബാസ്. ആ ഒരു ഒറ്റ ക്രെഡിറ്റിന് വേണ്ടി എനിക്കൊരു സിംഗിൾ റോൾ എങ്കിലും തരണം സിനിമയിൽ. അല്ലെങ്കിൽ എഡിറ്റിംഗ് ഞാൻ ചെയ്തോളാം. എനിക്കറിയാം. കാട്ടുപൂച്ചയായിട്ട് വേണ്ട. കാട്ടീന്ന് എടുത്തോണ്ട് ഒന്ന് വളർത്തുന്ന നാട്ടിലെ ആൾ അങ്ങനെ ആയിട്ടുണ്ടല്ലോ. കാട്ടുപൂച്ചാണ് മെയിൻ റോൾ അതിന്റെ അകത്ത്. കാട്ടുപൂച്ച പറഞ്ഞ കഥ അതാണ് തീം എന്താന്ന് പറയാ. നീ ഏതാടാ വാണമേ? നീ വാശിപ്പോ നമ്മൾ സംസാരിച്ചോളാം. ഇപ്പൊ ഓനെ കാണും വിട്ടല്ല. എനിക്കിങ്ങനെ നാവിങ്ങനെ ചൊറിഞ്ഞു വരും ആ ജന്തുവിനെ കാണുമ്പോ. അവരെ വലുതായിട്ട് വെറുപ്പിക്കരുത് കേട്ടാ. വെളിയിൽ ദുഃഖിക്കേണ്ടി വരുവേ. ഓനെ ഞാൻ അങ്ങ് വെറുപ്പിച്ച് കൊല്ലാതെ തന്നെ തീരുമാനിച്ചു ഞാൻ. ആണല്ലേ? അപ്പൊ സിനിമാറ്റിക്സിൽ വരാനും ഓനെ ചെയ്തു തരാൻ വേണ്ടി പറ്റില്ല. അപ്പൊ പിന്നെ ഓനെ തുപ്പിയാട്ടേവനാ. ഈ കാട്ടുപൂച്ച നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വൈൽഡ് പൂസിയാവാ? അത് വരും. അത് വരില്ല. വൈൽഡ് കാട്ടുപൂച്ച. അങ്ങനെ അതെ കാട്ടുപൂച്ച തന്നെ. വാ അതെല്ലാം നമുക്ക് തീരുമാനിക്കാം. വാ എന്താ നീ മെല്ലെ നടക്കരക്ക് നടന്നിട്ട് എത്തുന്നില്ല. നടന്നിട്ട് എത്തുന്നില്ലെന്നാ? വേണമെങ്കിൽ നല്ല
അപ്പൊ അതിനകത്ത് എന്തെല്ലാം വരുമെന്ന് വെച്ചാല് നിർമ്മാണം, ആ. ഡയറക്ഷൻ, മറ്റേ എല്ലാ പേരും അതിന്റെ അകത്ത് ഇടാം. മെയിൻ ആക്ടർ എല്ലാം നീ തന്നെ വാസു. എല്ലാം വാസു എന്ന് എഴുതി കാണിക്കല്ലേ? എല്ലാം വാസു. എന്നത്തേക്ക് സിനിമ എന്നത്തേക്ക് റെഡി ആവും? നമ്മളിപ്പോ ഇതാ കാസ്റ്റിംഗിന്റെ വിളിച്ചിട്ടേ ഉള്ളത്. ഇന്നിപ്പോ ഓഡിഷൻ ഉണ്ട്. ഇന്ന് ഓഡീഷൻ ഉണ്ട്. ടിവിയിൽ എനിക്ക് തോന്നുന്നു പൂച്ചയായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ഒരു മുഖം ഇതൊക്കെ ഉള്ളത് ചന്ദ്രനാണ്. ഇതിപ്പോ അല്ല, മുഖത്ത് നമ്മളതെല്ലാം ചെയ്തു തരും. അതില് നമ്മള് അമേരിക്ക നല്ല ആളെ ഇറക്കുന്നുണ്ട്. ഓർക്കാണ് ഇത്രയും പേരെ മറ്റേ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത്. മറ്റേ കോസ്റ്റ്യൂമെല്ലാം. എന്നാ പിന്നെ കോസ്റ്റ്യൂം നിങ്ങൾക്ക് തന്നെ ഇട്ടൂടെ? അല്ല നമ്മളെ പറ്റില്ല. നമ്മള് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ജോണർ ഏതാണ് കാട്ടുപൂച്ചയുടെ? അങ്ങനെ വെച്ചാല് ജോണർ എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലുള്ള പടമായിരിക്കും? സെന്റിമെന്റ്സ് ആണോ? അതാണ് ത്രില്ലറാണ്. കാട്ടുപൂച്ച, ഒരു കാട്ടുപൂച്ച പറഞ്ഞ കഥ. ഒരു കാട്ടുപൂച്ച പറഞ്ഞ കഥ. നമ്മുടെ ത്രില്ലർ ആണല്ലേ? 2.5 മണിക്കൂറുണ്ട്. 2.5 മണിക്കൂർ. കാട്ടുപൂച്ച സംസാരിക്കണം പറഞ്ഞ കഥ. അപ്പൊ അണ്ണൻ പൂച്ചയെ പോലെ സംസാരിക്കണം. ഞാനിനി പൂച്ചയെ പോലെ സംസാരിക്കാടാ ഞാനിനി. അതെല്ലാം വോയിസ് അതല്ല. ഇത് നിങ്ങളെ മറ്റേ ഇത് കേട്ടിട്ടുണ്ട? ആരാ നിങ്ങളുടെ കാത്തു വർത്താനം പറയുന്നില്ലേ? അതുപോലെ തന്നെ മനുഷ്യന്മാരെ വർത്താനം തന്നെ നീ പറഞ്ഞാ മതി. മനുഷ്യന്മാര് സംസാരിക്കുന്ന പോലെ സംസാരിക്കണേ. മനുഷ്യന്മാര് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന കാട്ടുപൂച്ച. അപ്പൊ ഞാൻ ഈ പൈസ അഡ്വാൻസ് തന്നിട്ട് നിങ്ങൾ ഈ പടം ഇറക്കാതെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നാരദൻ ഉണ്ടല്ലോ ഇടാൻ. 30 കോടിയാണ് ബഡ്ജറ്റ് ടോട്ടല്. അഡ്വാൻസ് 15 കോടി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവൻ 30 കോടി നമ്മൾ തരാന്ന് തന്നെ വെച്ചു. നിങ്ങൾ അത്യാവശ്യം കഥയെങ്കിലും നമ്മളെടുത്ത് പറയണ്ടേ? അതില് കഥ ഞാൻ പറയട്ടെ. ഈ സിനിമാ നടന്മാരുടെ അടുത്ത് കഥ പറയാൻ വേണ്ടി നിങ്ങളൊരു വലിയ നടനാൻ പോകുന്ന വാസു, നിങ്ങളെ നാളെ ലോകം അറിയപ്പെടും. അങ്ങനെയുള്ള വാസുവിന്റെ അടുത്ത് കഥ പറയാൻ പറ്റും. കഥ ഞാൻ പറഞ്ഞുതരും. പക്ഷെ വാസു ആരാ ജോക്കിയും വേറെ ആരും ഉണ്ടാകാൻ പാടില്ല. അല്ല നമുക്ക് ജോണി അപ്പാപ്പനെ കൂടെ കഥ പറയണം. അയാൾ ഈ കുടുംബത്തിൽ ഇല്ലെന്നല്ല, അയാളൊന്നും മാറ്റ കുടുംബത്തിൽ അയാൾ വേണ്ട. അത് അങ്ങനെ ഒരു വേർതിരിവ് നമുക്കില്ല ഇപ്പൊ, മനസ്സിലായ? എന്താന്നറിയാം? അല്ല അനക്ക് ആ വേർതിരിവുണ്ട്. എന്താന്നറിയാമോ? ഇത് രണ്ടും ഇപ്പൊ ഒറ്റ കുടുംബമാ. നമ്മളില്ലേ നമുക്ക് ഒരിടത്തിരുന്ന കഥ കേൾക്കാം. എന്നാ പിന്നെ കഴിക്കാൻ പോകുന്നിടത്ത് കഥ കേൾക്കാണോ? കഥ റെഡിയല്ലേ? റെഡിയാണല്ലേ? ത്രെഡ് റെഡിയാ. ഓക്കെ, എന്നാ റെസ്റ്റോറന്റിൽ പോയി കഥ കേൾക്കാം. വാ. തോളത്തേറിക്കോ, നമുക്കൊരു കഥ കേൾക്കാം. തോളത്ത് കയറിക്കോ. എനിക്ക് എടുക്കാനൊന്നും അറിയത്തില്ല. അടുത്തിട്ടുണ്ടോ? കയറിക്കോ. സീറ്റുണ്ട്. വാ, കേറ്. എന്നാ താഴെ സീറ്റുണ്ട്. ഈ ചെടിക്കകത്ത് തൂമക്കണ്ണ നമ്മൾ സിനിമ ആശാനെ കേറ് വണ്ടിക്കത്. ആശാന്ന് വിളിച്ച നാക്കുകൊണ്ട് എന്നെ കൊണ്ട് ഇത് ഈടെ എന്ത് പിന്നെ ഹോട്ടലാന്നത്? ഇത് നമുക്ക് നമ്മുടെ ഒരു സിറ്റിയിലെ ആദ്യത്തെ റെസ്റ്റോറന്റ് ആണെന്ന് പറഞ്ഞപ്പോ ഒരു പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചതാ. അവനോട് പ്രൊമോഷൻ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറയാം. അതെങ്ങനെ നമുക്ക് പ്രൊമോഷൻ ചെയ്ത് കൊടുത്താലോ? അതാകുമ്പോ പുള്ളിക്ക് പൈസ കൊടുക്കണ്ട. അത് ശരിയാട്ടെ. ഇന്നത്തെ കാര്യം നമുക്ക് പ്രൊമോഷൻ കൊളാബിടാ കേട്ടാ. ക്യാമറമാനായിട്ട് നമുക്ക് ഒരു തന്നെ നിർത്താം. ഞാനെന്നെ നിർത്താം ക്യാമറമാൻ. ഈ ഫുഡ് കഴിച്ചിട്ട് കൊളാബ് പറയണ ബ്രൈറ്റ് ബോക്സിനെ പരിചയമുണ്ടോ? അതെ, ഞാൻ യൂട്യൂബിലൊക്കെ വ്ളോഗ് കാണാറുണ്ട് പുള്ളിക്കാരിയുടെ. ഞാൻ വലിയൊരു ഫാനാണ് പുള്ളിക്കാരിയുടെ. ഏറ്റവും ഇഷ്ടം പോയിന്റാണ്. എനിക്കിഷ്ടം പുള്ളിക്കാരി. ഇഷ്ടം പുള്ളിക്കാരുടെ നല്ല കൊളാവാ. ഭയങ്കര ആർട്ടിഫിഷ്യലാ. ഞാൻ പോകാറുണ്ട്. സാംസങ്ങിന്റെ പ്രൊമോഷൻ. ഓ നൈസ് സാധനമാണ് കേട്ടാ. ഇതിനു മുമ്പ് സാംസങ്ങിന്റെ പ്രൊമോഷൻ ചെയ്തിട്ട് ചന്തി വരെ കൊടുത്തു വരുന്നുണ്ട്. ഡ്രീമർ ഗെയിമിംഗ് പുള്ളിയുടെ വീഡിയോസ് എനിക്ക് ഇതുപോലെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഇവരുടെ എല്ലാം കാണാറുണ്ട്. നമ്മള് പിന്നെ ഇങ്ങനത്തെ പഠിക്കൊന്നും പോയില്ല. അതെ എനിക്കിപ്പോഴും റീൽസുകളൊക്കെ ഓർമ്മയുണ്ട്. എന്റെ വായ തന്നെ കൊണ്ട് പറയിക്കരുത്. പ്രൊമോഷന്റെ കാര്യം പറ. പ്രൊമോഷൻ തന്നെ. ഇതാരുടെ കടയാ? അറിയിച്ചില്ല അമ്പാനെ. നമുക്ക് വേണ്ടി ഓപ്പൺ ആക്കുമായിരിക്കും.
ഇവനെ പറഞ്ഞു വിട്ടിട്ട് അന്ന് ഉദ്ഘാടനം നടത്തുന്നത് വാസോട്ട് ഇതാ കോയി കഫേ. ഇതാണോ കോയി കഫേ? ഇതിന്റെ ഓണറാണോ അപ്പൊ നമ്മളെ വിളിച്ചേ? ആരാ വിളിച്ചത്? നിർമ്മലാണ്. ഹലോ ഇതാണോ നിങ്ങളുടെ കട കോയി കഫേ? അതന്നെ ഞാൻ നേരെ മേലെ ഉണ്ട് കണ്ടോ? ഓക്കെ അതാ വരുന്നത്. നിങ്ങളുടെ പേരെന്തായിരുന്നു? എന്റെ പേര് ഹാരിസാൻഡ. ഓക്കെ ഹാരിസാൻഡ. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ട് ഒരു ക്യാമ്പ് ഹൗസിൽ വെച്ച്. ഓക്കെ ഹാരിസാൻഡ. ഓക്കെ ഇതാ വരുന്നത്. വിളിച്ചത് കോയി കഫേ കൊള്ളാല്ലേ? ഇവിടെ കണ്ണു വെച്ച് നോക്കിയാൽ നമ്മുടെ മെനു കാണാം. കണ്ണു വെച്ച് നോക്കിയാ മനു കാണാം. കണ്ണു വെച്ച് നോക്കിയാൽ മെനു. എടാ വാസു, നിനക്കൊരു കാര്യം അറിയാമോ? ഒന്നുമില്ല, ഒരു ഇതാണ്. എനിക്ക് അമ്മിഞ്ഞാന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലോട്ടൊക്കെ മനു എന്നാ പറയുന്നത്. മനുവാ? അതെന്താ അങ്ങനെ? അതെനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ സൈഡിലോട്ടൊക്കെ എങ്ങനെയാ പറയുന്നത്? പത്തനംതിട്ട സൈഡിലോട്ട് വന്ന് കാണത്തില്ല, ഇപ്പൊ വരുമായിരിക്കും. അതിപ്പോ ഇവിടെ പറയാനുള്ള കാരണം എന്താ ചോക്കി? പെട്ടെന്ന് ഇവിടെ ഞെക്കിയ മനു. രാമൻ 6700. അത് ഫേമസ് ഫുഡാണത്. അതൊരു ഫേമസ് ഡിഷാണ്. രാമൻ ഡ്രാഗൺ റോള്, ബാർബിക്യൂ റിബ്സ്, വെർജിൻ മൊജിറ്റോ. ഇത് റേറ്റ് 1 ലക്ഷം ആയിരുന്നു. ഇപ്പൊ കമ്മിയാക്കിയതാ. 1 ലക്ഷം കൊണ്ട് നമുക്ക് ലാഭമുള്ളൂ. ഈ വെർജിൻസിന് കുടിക്കാൻ പറ്റുന്ന മൊജിറ്റോ ആണോ? വെർജിൻ മൊജിറ്റോ മറ്റേ നാരങ്ങളുള്ള കുടിക്കുന്ന നമുക്ക് നേർച്ചയൊന്നും ഇല്ല കേട്ടോ. ജോക്കി ഞാൻ ഒരു കോമഡി പറഞ്ഞായിരുന്നു അതിന്റെ ഇടയ്ക്ക് കൂടെ. ഹലോ കേട്ടില്ല, ഒന്നൂടെ പറയാം. ചിരിക്കാൻ ഞാൻ പറഞ്ഞു. വെർജിൻസിന് കുടിക്കാൻ പറ്റുന്ന മൊജിറ്റോ ആണോ വെർജിൻ മൊജിറ്റോ? നമ്മുടെ സിറ്റിയില് ഒരു കാറിന്റെ വില 100 കോടി രൂപയാണ് സാർ. ഒരു കാറിന്റെ വില. മാച്ച മിൽക്ക് ടീ. എനിക്ക് ബാർബിക്യൂ റിബ്സും വെർജിൻ മൊജിറ്റോയും. എനിക്കാണെങ്കിൽ രാമനെയും നമ്മള് റിസപ്ഷൻ താഴോട്ട് കാണാനുണ്ടല്ലോ. ഗേൾസ് ഒക്കെ ഗേൾസിന്റെ ബാത്റൂം തന്നെ യൂസ് ചെയ്യണേ. നല്ലൊരു പരിപാടിയാണ്. ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് കഥ പറഞ്ഞിരിക്കാൻ പറ്റിയ കിടില സ്ഥലം. എന്റെ അമ്മ ഇവിടെ ഇത് ഇതിനുള്ളിൽ കേറാൻ പറ്റും. ഇതിനുള്ളിൽ കേറി നമ്മൾ കറങ്ങുന്ന ടേബിൾ ഉണ്ട്. കറങ്ങുന്ന ടേബിളോ? എവിടെ? ഇത് ഇരിക്കുന്നത് ഇപ്പൊ റെഡി ആക്കിയിട്ടില്ല. അത് റെഡി ആവും. ഈ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ ഫുഡ് സെന്ററിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിലും ഫുഡ്. അപ്പൊ ഇത് എടുക്കുമ്പോ ഇത് കറങ്ങി പൊക്കോണ്ടിരുന്നത് എങ്ങനെ എടുക്കും? അടുത്ത റൗണ്ട് വരുന്നു കൈവച്ച്. അത് എന്തിനു വത്ത? പിന്നെ കൈവച്ചല്ല എന്ത് വെച്ചിട്ട് ഫുഡ് എടുക്കണത്? നിങ്ങൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ അല്ല ഇതുപോലെ കളിയാക്കി പറഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണോ? സീരിയസ് ആയി പറഞ്ഞാണ്. ഓക്കെ പറഞ്ഞു കേട്ടാ കൈവച്ചെന്ന്. മറ്റേ പറയാൻ ചോപ്സ്റ്റിക് വെച്ചെടുക്കണത് അബ്യൂസ് അല്ലായിരുന്നു എനിക്കൊരു ജോക്കി. ഇത് സ്റ്റാഫിനെ പിണങ്ങിപ്പോയല്ലേ ഞാൻ ജസ്റ്റ് ഇത് നോക്കുക. നമ്മൾ എവിടെ ഇരിക്കും? കിട്ടും. മുടയൊരിക്കഞ്ഞാ ഇവിടെ ആശാനെ കൊണ്ടുവന്നേ. ആശാനെ ഈ കറങ്ങുന്ന ടേബിളിൽ നിന്ന് ഫുഡ് എങ്ങനെ എടുക്കും? ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന ശരിയാന്ന്. ഇവിടെ മറ്റേ സാധനം ഇട്ട് കോലുണ്ട്, കുത്തിയെടുക്കാം. കൈവച്ചെടുക്കണം.
എന്തോടാ ഇത് ഇവിടെ? സൂപ്പർ ആയിട്ടില്ല, അടിപൊളിയായിട്ടില്ലേ? കഥ കേക്കണ്ടേ വാസു? എവിടെ ഇരിക്കണ്ടേ? വാസുവേ നീ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യം പറയട്ടെ. ഇങ്ങോട്ടോ വാസുവേ, നീ പറഞ്ഞ കോമഡിക്ക് ഞാൻ ചിരിക്കണേനാ, അങ്ങനെയാണെങ്കിൽ നീ അഭിനയിക്കുവാ. ജോക്കി വിളിച്ചോണ്ട് പോയിട്ട് ഒന്നുകൂടെ ഇറക്കിയാ ഞാൻ ചിരിച്ച് സപ്പോർട്ട് ചെയ്യാം. അല്ല നീ അത് പറ, ഞാൻ ചിരിച്ച് സപ്പോർട്ട് ചെയ്യാം. അവന്റെ ഓമ്പിക്കാനാണെന്ന് എനിക്ക് നല്ല അറിയാം. ഇല്ല ഞാൻ ചിരിക്കും. നീ എനിക്കൊന്ന് മറ്റേ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നീ അഭിനയിച്ചാൽ മതി കാട്ടുപൂച്ചായിട്ട്. ഞാൻ ചിരിക്കാൻ നീ ഒന്നുകൂടി പറഞ്ഞോ. ഞാനേറ്റ് ഉറപ്പാണേ? സത്യം. ഞാൻ ആടെ എത്തട്ടെ പറയില്ലേ. നോക്കിയാട്ടെ, അടിപൊളിയാണല്ലേ? ജോഗി ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന ഇതിൽ നിന്ന് എങ്ങനെ ഫുഡ് എടുക്കും? കൈ വെച്ചെടുക്കും. ഞങ്ങളെ പ്രശ്നല്ലേ? കേക്കട്ടെ, വിഷമിക്കല്ലേ? സംസാരിക്കട്ടെ, ഒന്ന് മാറിക്ക്. അത് എന്റെ ഡയലോഗ് അല്ലായിരുന്നു അത്. അതെ, അതുകൊണ്ടാ ഞാൻ ചിരിക്കാണ്ടെന്ന്. ഓനല്ലേ പറഞ്ഞു, ഓന് പ്രത്യേകിച്ച് റോളൊന്നുമില്ലല്ലോ സിനിമയില്, അതുകൊണ്ടാ ഞാൻ ചിരിക്കാണ്ടെന്ന്. താറ്റായിരുന്നാ? അത് എന്റെ ഡയലോഗ് അല്ലേ, ശരിക്കും ഞാനല്ലേ അത് പറയണ്ടേ? അതെ, അതിപ്പോ ഓൻ പറഞ്ഞോണ്ട് ഇനി ഓനെ താറ്റണ ഞാൻ? വേണ്ട, നീ പറഞ്ഞ ഞാൻ ചെയ്യും, കാരണം നീ എന്റെ സിനിമയുടെ പ്രൊഡ്യൂസർ. ചെയ്യണ? വേണ്ട, അത് കഥ കേക്കട്ടെ. കാര്യം ചോദിക്കട്ടെ, ഇങ്ങോട്ടൊന്ന് വാടാ. ജോക്കി വാ. ഇങ്ങോട്ടോ. വിളിച്ചോ അപ്പുക്കുട്ടനെ. എന്തിനാണ് ഈ തോട്ടിയൊന്നും പിടിക്കരുത്? തമാശ കറണ്ട് പോയി. കറണ്ട് പോയതാ. എന്താ രസം എന്നെ കാണാൻ വേണ്ടിട്ട് ഇരുട്ടത്ത് നോക്കിയാട്ടെ. മുന്നിലിറക്കി ടോർച്ചയച്ച് നേരത്തെ എനിക്ക് ഇവരുടെ സൗണ്ട് കേൾക്കണം, ഒന്നും കേൾക്കണില്ല ജോക്കി. അല്ല, നേരത്തെ അവിടെ ഫുഡ് എങ്ങനെ എടുക്കുമെന്ന് ചോദിച്ചില്ലേ? അതെന്തായിരുന്നു സംഭവം? അതെ, ശരി തന്നെയല്ലേ, അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. എങ്ങനെ? അല്ല പന്തലം കാണുമ്പോ പറഞ്ഞത് എന്തുവാടാ? എടാ, ഇവനെ നോക്കണ ദദ്ദുവിനെ പോലില്ല ഇവനെ കാണാൻ. ആശാരെ നിങ്ങക്ക് എടാ, സെൻട്രൽ ഫ്രഷിന്റെ പരസ്യമില്ലടാ ദദ്ദു. ആ കൊരങ്ങിനെ പോലില്ല ഇവനെ കാണാൻ. ആ പന്ത് പിടിച്ചിട്ട് നമ്മുടെ ഗ്യാങ്ങിലെ ബോയ് അല്ലേ? ഈ നാട് തന്നെ മീശക്ക് കൊടുത്ത് മറ്റേ മേശപ്പുറത്ത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ എങ്ങനെ എടുക്കുന്ന എന്തൊരു സംഭവം ഇത്? എന്റെ പൊന്നു ചോക്കി ഒന്ന് നിർത്തിയാട്ട് വെക്കാർന്ന്. കിട്ടുന്ന ആള് എടുക്കണോ? പറയേണ്ടതാ അത്. എല്ലാം നശിപ്പിച്ചിട്ട് സമാധാനല്ലേ നിനക്ക്? അല്ല, അത് ഫുഡ് തരണ. ഹാരി ഫുഡ് കൊടുക്കടാ. You are not allowed to trigger the safe zone. Safe zone മാറിയില്ലേ? മറ്റേ സേഫ് സോൺ ആയിരിക്കുമല്ലേ? ഫ്ലാഷ് അടിച്ചിട്ടുണ്ട്, പേടിക്കണ്ട. കണ്ണ് കാണാ. ജോക്കി അടുത്തൊന്ന് വന്നിരിക്കാൻ പറയാം, ഇവരുടെ അടുത്ത് കഥ പറയണ്ടേ? ആസു പിന്നെ ജോക്കി വിളിക്കുന്നുണ്ട്. മരിക്കൂല ഇയാൾക്ക് ഇരുട്ടത്ത് കാണാൻ. മറ്റേത് ഒന്നും കൂടെ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ടോ. ആശാനും ചോദിക്ക്. എന്താ ജോക്കി? നേരത്തെ ആശാൻ ഇപ്പൊ എന്റെ അടുത്ത് കാര്യം പറഞ്ഞു. ചോദിക്ക്. ജോക്കി, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ടേബിളിലാണെന്ന് എങ്ങനെ നമ്മള് ഫുഡ് എടുക്കും? അറിയത്തില്ല. കൈ വെച്ചെടുക്കണം. കൈ എന്തെടുത്തോണ്ടിരിക്കുന്നു? കഴിഞ്ഞോ? ഗ്യാങ്ങിന്റെ ലീഡറായിട്ട് നിൽക്കുന്നത് എങ്ങനെ? സിനിമേന്റെ പൂച്ച കാട്ടുപൂച്ചയായിട്ട് അഭിനയിക്കാൻ പോകുന്നില്ലേ? കഥയിൽ ആദ്യം ഇമ്പ്രസീവ് ആണ്, അതായത് പറ്റത്തുള്ളേ. നമുക്ക് പറ്റത്തുള്ള പൈസ എടുത്തുള്ളൂ. ഗ്യാങ്ങിന്റെ ഫണ്ടാണ് ജോക്കി. ഇപ്പൊ ഞാൻ ആരായി?
ജോലിയപ്പോ കഥ കേൾക്കാം, വാ കഥ കേൾക്കാം, കഥ 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 വാ വാ വാ. എന്താ ചുമക്കുള്ളത് നമുക്ക് കഥ കേൾക്കാം കഥ ആ കഥ കേൾക്കാം, കഥ കേൾക്കാം. ഉള്ളത്. ഇങ്ങനെ എന്തെങ്കിലും നല്ലത് ചെയ്യുമ്പോഴായിരിക്കും ആശാനെ കാട്ടുപൂച്ചയുടെ കഥ അങ്ങോട്ട് ചുക്കാപ്പി. ആശാനെ കഥ അതായത് ഈ കാട്ടുപൂച്ച എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ മെയിൻ കഥാപാത്രം. ആ. ഈ കാട്ടുപൂച്ച നാട്ടിൽ നിന്ന് ഇങ്ങനെ വരും, അല്ല കാട്ടിൽ നിന്ന് ഇങ്ങനെ വരുമെന്ന്. അപ്പൊ അത് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ അതിന്റെ പുറത്തേക്ക് ഇങ്ങനെ കാട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വന്ന് അതെല്ലാം വലിയൊരു ഇതായിട്ട് വരും. അതിന്റെ ത്രെഡ് മാത്രം പറയാൻ ഞാൻ ഇങ്ങനെ അപ്പൊ അതിങ്ങനെ വന്ന് പൂച്ചയായിട്ട് ഇവനാണ് അഭിനയിക്കണ്ടേ? ആ പൂച്ചായിട്ട് ഇവൻ എന്നാണ് മെയിൻ കഥാപാത്രം. നോക്കട്ടെ ഒരു മിനിറ്റ് വെറും പൂച്ചല്ല, കാട്ടുപൂച്ച നല്ല ശൗര്യം ഉണ്ടാവും, ശൗര്യം. ബാക്കി പിന്നെ ചിരിക്കാം. നാരദാ ആ അപ്പൊ ബാക്കി നാരദം പറയും. ഇത് 30 കോടി മേടിച്ച് കടിക്കുന്ന പൂച്ച വാങ്ങിയെന്നാണ് കേട്ടോ. അല്ലല്ല ഇത് കടിക്കൊന്നുമില്ല, ഇത് മാന്തൂല്ല, കടിക്കൂല, ഒന്നും ചെയ്യില്ല. സാധു പിന്നെ ശൗര്യം ഉണ്ടെന്ന് പറഞ്ഞതോ? ഇതിനെ കാണുമ്പോ തന്നെ ഇതിനെല്ലാം ശൗര്യം എന്ന് പറഞ്ഞാൽ ആ മുഖത്തുള്ള തീക്ഷ്ണത ഉണ്ടാവും മുഖത്ത്. കാട്ടുപൂച്ചനെ ആ ഒരു തീക്ഷ്ണതയില്ലേ, അതന്നെ അതുണ്ടാവും മുഖത്ത്. അപ്പൊ ഈ കാട്ടുപൂച്ച ഈ പെമ്പിളർക്കെല്ലാം പിന്നെ കാട്ടുപൂച്ചേനി നായ്ക്കളി പൂച്ചേനി പട്ടികളെല്ലാം ഭയങ്കര ഇഷ്ടാന്നല്ല. അപ്പൊ ഇങ്ങനെ ഈ പൂച്ച ഒരു ദിവസം കളിച്ചോണ്ടിരിക്കുമ്പോ ഒരു 4 പെമ്പിള്ളർ ഉണ്ടാക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ കാട്ടില് ട്രക്കിങ്ങിന് പോയിട്ടുണ്ടാവും. അപ്പൊ അന്നേരം അല്ല ഈ പെമ്പിള്ളറെല്ലാം നല്ല സുന്ദരി പെമ്പിള്ളറാണ്. അല്ല നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പെമ്പിള്ളറ. അപ്പൊ ഈ പെമ്പിള്ളർ ഈ പൂച്ചനെ എടുത്തിട്ട് നാട്ടിലേക്കും അങ്ങനെ ഈ പൂച്ചനെ സ്നേഹിക്കാനും കൊക്കാനും ലാളിക്കാനെല്ലാം ആളായി അതുകൊണ്ട് ഈ പൂച്ചക്ക് ഭയങ്കര സന്തോഷായി. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഇവരെ കൂട്ടത്തില് ഒരാള് മരിക്കുന്നത്. അവിടെ തുടങ്ങും നമ്മളെ ത്രില്ലർ. ആടുന്ന് മുതൽ അങ്ങോട്ട് ഫുള്ള് സസ്പെൻസ് ത്രില്ലറാണ് അങ്ങോട്ട് കഥ പോകുന്നത്. കാരണം ഈ കാട്ടുപൂച്ചാണ് ഈ കൊല്ലുന്ന കാണുന്നത്. അതെ അതെ ഐ വിറ്റ്നസ്. കാരണം ഈ പെണ്ണുങ്ങളെല്ലാം മറ്റേ ഇളികൾ പരിപാടി ചെയ്യുന്ന ആൾക്കാരാണ്. എന്ത് പരിപാടി? ഇളികള് മറ്റേ നിയമവിരുദ്ധമായിട്ട് ഇല്ലീഗൽ അതോ അധികം ഇംഗ്ലീഷ് എന്ത് ഇല്ലീഗൽ പരിപാടിയാണ് അവർ ചെയ്യുന്നത്? മലയാളം കേരള സിലബസ് ആണ്. അതിന്റെ അകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഇല്ല അതൊന്നുമില്ല, അത് പ്രകൃതി വിരുദ്ധമായി ഇപ്പൊ. നല്ല പാലെല്ലാം ഉണ്ട്, അതുകൊണ്ട് പേടിക്കണം. നല്ല പാലെല്ലാം പൂച്ച അതല്ല നീ പൂച്ച എന്നുള്ള കാര്യം മറന്നുപോയി. കാട്ടുപൂച്ചായ നിങ്ങ ഇത് തെളിയിക്കുന്നേ. കാട്ടുപൂച്ചയായ ഞാൻ ഈ കേസ് തെളിയിക്കണം. അല്ല അവ തന്നെ അത് സംസാരിക്കോ മനുഷ്യന്മാരെ പോലെ പൂച്ചയുടെ വേഷം കിട്ടി പറഞ്ഞത് സംസാരിക്കുന്നു. നീ കാത്തു കണ്ടിനാ? കാത്തു ഞാൻ കാത്തു കണ്ടാ പറഞ്ഞു ഞാനാ നിങ്ങളുടെ കാത്തു. എന്നോട് ഇഷ്ടം കൂടാൻ അതേപോലെ തന്നെ എന്നോട് ഇഷ്ടം കൂടാന്ന് പറയില്ലേ, അതേപോലെ തന്നെ ഇവനോട് ഇഷ്ടം കൂടുന്ന ആൾക്കാരാണ് എല്ലാരും. കാരണം ഇവൻ അത്ര ക്യൂട്ടാണ്. ക്യൂട്ടുപൂച്ചയാണ്. അപ്പൊ ഞാൻ മനുഷ്യനായാലും ഇതായിട്ട് അഭിനയിച്ചാൽ രണ്ടായിട്ടിലും ഞാൻ ക്യൂട്ടാണ്, മനസ്സിലായോ? അത് ആ ക്യൂട്ട്നെസ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ? ഓക്കെ അപ്പൊ അതെനിക്ക് ഈസി ആയിരിക്കും. കാരണം ഓൾറെഡി മനുഷ്യനായിട്ടിരിക്കുമ്പോഴും ഞാൻ ക്യൂട്ടായോണ്ടേ. അതെ 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 ജോക്കിക്ക് എന്തെങ്കിലും ഇതിനകത്ത് റോള് വേണമെങ്കിൽ നമ്മൾ കൊടുക്കാം. എനിക്ക് ഒരു താല്പര്യമില്ല. ബാക്കി കഥ പറഞ്ഞേ ഇവനാണ് ഇത് കാണുന്നത്, ക്രൈം കാണുന്നത് ഇവനാണ്. ഇവൻ ഇത് കണ്ടത് കൊണ്ട് ഈ പൂച്ച സംസാരിക്കുകയും ചെയ്യുന്നോണ്ട് ഈ ബാക്കിയുള്ള 3 പെമ്പിള്ളേർ എന്താക്കും പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇവനെ വേട്ടയാടാൻ വേണ്ടി നടക്കും. വേട്ടയാടാൻ വേണ്ടി നടക്കും. അപ്പൊ ഇവൻ എന്താക്കും, ഇവന് ഭയങ്കര ബുദ്ധിയുള്ള പൂച്ച. ഇവൻ എന്താക്കുന്നറിയോ, ഓരോ കൈമെന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നതും പിന്നെ ബാക്കി ആടെ എന്നിട്ട് ഇവൻ എന്താക്കുന്നറിയാവോ, ഇവന്റെ മറ്റേ പൂച്ചനെ കൊണ്ട് തലയിലാക്കി വെക്കും. അതായത് പോലീസിന്റെ അടുത്ത് പോയിട്ട് പറയുമ്പോ നിങ്ങൾക്ക് സ്ട്രോങ് എവിഡൻസ് വേണ്ടേ, അത് പറയാൻ വേണ്ടിട്ട് ഇവൻ സോഫേന്റെ അടിയിലെല്ലാം കലയാക്കി വെക്കും. പിന്നെ സോഫേന്റെ കാലിൽ ഒരു കഷ്ണം കടിച്ചിട്ടെല്ലാം വെക്കും. ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട്, ഇവനാന്ന് അത് ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയും, ഇങ്ങനെയാന്ന് സാറേ ഇങ്ങനെയുണ്ട് ഒരു കാര്യം പറയും. അത് ഓൻ ഇടക്കിടക്ക് വരും. ആ മാമന്റെ കൂടെ നടന്നിട്ട് കിട്ടിയതാണ്. ക്ഷമിക്കണം. പൂച്ച മാന്തിയൊക്കെ വെക്കണം, അതെന്താ എനിക്ക് മനസ്സിലായില്ല. പൂച്ച മാന്തി വെക്കുന്നല്ല, പെണ്ണുങ്ങൾ ഇവരെ കൊണ്ട് മാന്തി വെപ്പിക്കൂ.
അല്ല പൂച്ച മാന്തു. പൂച്ച എന്തിനാന്നറിയോ? സാധാരണ എന്റെ പൊന്നാശാനെ പൂച്ച സാധാരണ അപ്പി ഇടുമ്പോഴാണ് മാന്തുന്നേ. അല്ല, കേക്ക്, ഇതിന് കാര്യമുണ്ട്. എന്തിനാ മാന്തുന്നത് ചോദിച്ചിട്ട് അതാണ് സസ്പെൻസ്. അതായത് ഇവൻ നേരെ പോലീസിന്റെ അടുത്ത് പോയിട്ട് പറയും ആടെ ഒരു കൊല നടന്നിട്ടുണ്ട്, കൊന്നത് ഇതാന്ന് പറയും. എന്നിട്ട് പോലീസ് പറയും "എടാ പൂച്ചേ, നിന്നെ കൊല്ലാൻ പൂച്ച വരുന്നതായിട്ട് ഞാനാണ് പൂച്ചേ" എന്ന് പറയും. അപ്പൊ ഈ പൂച്ച പറയും പിന്നെ നമ്മളെ വീട്ടിൽ ഞാൻ കാണിച്ചത് ആ വീട്ടിൽ ഞാൻ ഉണ്ടായിരുന്നുള്ള തെളിവുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് പൂച്ച പോലീസിനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പൂച്ച മാന്തിയതോ ആക്കിയതെല്ലാം കാണിച്ചു കൊടുക്കും. സോറി സോറി. എന്നിട്ട് ഈ പൂച്ച 2x അതാണ് ആ പൂച്ചയാന്ന് എന്നിട്ട് തെളിയിക്കുന്ന കഥ. അതിന്റെ അത് കുറെ സസ്പെൻസും ത്രില്ലറും ട്വിസ്റ്റും ടേണും എല്ലാം ഉണ്ട്. ഈ കഥയാണെങ്കില് ഇപ്പൊ നീ ഇരിക്കുന്ന നമ്മള് 4 പേര് പോലും തിയേറ്ററിൽ വരില്ല. കാരണം ഇവർ ഓൾറെഡി ഈ കഥ കേട്ട് വെറുത്ത് കഴിഞ്ഞ്. എന്ത് കാലുമൊക്കെ മൂത്രം ഒഴിക്കുന്ന സീനാ. ഇതിൽ ഈ ക്രൈം നടക്കുന്നത് തന്നെ ഇവർക്ക് ഭയങ്കര അതായത് ഈ പൂച്ച ഫുള്ള് ഡിപ്രഷൻ ആവും. അതായത് പൂച്ച നിങ്ങൾക്ക് ഈ മത്തിത്തല പിടിച്ച് കടിച്ച് നടക്കാനോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും നടക്കൂല. അതിൽ വിഷമത്തോടെ നമ്മൾ കാണിക്കാം. അപ്പൊ അതില് നിങ്ങൾ നടിപ്പിൻ നായകൻ എന്നുള്ള സാധനം കേറി വരും. നായകനെ നീ കാണിക്കേണ്ടത് ഒരു മിനിറ്റ്, നീ ഒന്ന് മുഖത്ത് ശൗര്യം കാണിച്ചാട്ടെ വാസു. ഞാൻ ആദ്യം ഇത് മാറ്റട്ടെ. ശൗര്യമല്ലേ? ഒരു മിനിറ്റ്. ഇത് ഏകദേശം ഓക്കെയാണ്. ശൗര്യ കാണിക്കുന്നത് കുറച്ചുകൂടി തീഷ്ണത കൊണ്ടുവരാം. തീഷ്ണത എടുത്താ കുറച്ചുകൂടെ. ഇതന്നെ നമുക്ക് വേണ്ടത്. അതെ അതെ, ഇതാണ് നമ്മള് പറഞ്ഞ നടൻ. വേണമെങ്കിലേ ഞാൻ മറ്റേ ഈ കൊല്ലുന്ന സീൻ കാണുമ്പോൾ നമ്മൾ ഷോക്ക് ആവൂലേ പെട്ടെന്ന്. അഭിനയിക്കാനുള്ള കഴിവുണ്ടടാ. കൊല്ലുന്നു. അയ്യോ കേട്ടാ. ഡയലോഗ് ഇത് ആദ്യത്തെ കാട്ടുപൂച്ചയുടെ ഇൻട്രോ സീൻ ഇല്ലേ? കാട്ടുപൂച്ച നമ്മള് സമാധാനമായിട്ട് കാട്ടിക്കൂടെ ജോയ്ഫുൾ ആയിട്ട് പോകുന്ന സമയത്ത് കണ്ട ഇത് വേറെ ഇതിന്റെ അടുത്തൊരു അതിന്റെ ഇടയ്ക്ക് സമ്മതിക്കൂല. ഇതിപ്പോ നീ ആ ഒരു മുഖം വെച്ചോ. ഇതിലാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വരുന്നത്. അതായത് ഇങ്ങനെ പറയും, ഇതാണ് നമ്മുടെ കാട്ടുപൂച്ച. കാട്ടുപൂച്ച എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള വിചാരിക്കും ഇത് ഭയങ്കര പ്രശ്നമല്ല പൂച്ചയാണ്. പക്ഷെ ഇത് ഭയങ്കര ഇവനെ കണ്ടാൽ എല്ലാരും കിടച്ച് കഞ്ചിക്കാൻ തോന്നും. നിന്നെ പറ്റി പൊക്കി അടിക്കുന്നതല്ലേ ഉണ്ട് ഇതിന്റെ അകത്ത്. അതുപോലെ നിങ്ങൾ പറഞ്ഞ സീൻ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മള് ടയർഡായി രാത്രിയില് എന്നുവെച്ചാൽ പൂച്ചയെ ഇവരോട്ട് ഓടിക്കുമല്ലോ പിടിക്കാൻ വേണ്ടി ഓടിച്ച് ടയർഡ് ആവുന്ന സമയത്ത് രാത്രിയിൽ ഇതാകുമ്പോഴത്തേനും ഇതാണ്ട് എനിക്ക് നീ ഒരു ചെറുക്കനെങ്ങനുണ്ട്? അടിപൊളി. ഇവനെന്നെ ഫിക്സ്. ഇവനെന്നെ എന്റെ നാട്ടൻ. ഇവനെ വെച്ചിട്ട് വേണം എനിക്കൊന്ന് എന്റെ സിനിമ എനിക്കൊന്ന് ഇറക്കാൻ വേണ്ടിട്ട്. നാരദാ ഇത് ഫിക്സ് ആക്കുമല്ലോ ഇന്ന് നമ്മള്. പ്രശ്നമുണ്ട്. പൂച്ചയുടെ തലയിൽ അണ്ണന്റെ തലയാണ് വെക്കുന്നത്. ഒരു മിനിറ്റ്. അണ്ണയുടെ തല പട്ടിയല്ലേ കാല് പൊക്കി മുള്ളുന്നേ, പൂച്ച ഇരുന്നില്ലേ മുള്ളുന്നേ. മറ്റേ 3 നായികമാരുടെ കൂടെ തന്നെ അതുകൂടെ ചോദിക്കും. അണ്ണ മുള്ളണ്ടേ ആരൊക്കെയാന്ന്